വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത, നമ്മുടെ നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള യാത്രകളും പല രീതിയിലുള്ള കലാപരിപാടികളും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള യാത്ര എന്ന് നിലവിൽ തോന്നിപ്പിക്കുന്നത് പുതുയുഗ യാത്രയാണ്. കാരണം അവരുടെ സ്റ്റേജിൽ അടിപിടി, പിടിച്ചുതള്ളൽ, കടിച്ചുപറി അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിമാര് തന്നെ ഒരു ഡസൻ മുഖ്യമന്ത്രിമാര് ആകാനായിട്ടുള്ള ആൾക്കാര് അവിടെ വേഷം കെട്ടി നിപ്പുണ്ട്. വി.ഡി. സതീശനുണ്ട്. പിന്നെ കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു അടുക്കളയിൽ കയറി മീനൊക്കെ കട്ട് തിന്നുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ വേറൊരു സൈഡിൽ കൂടെ ഇപ്പോഴത്തെ മന്ത്രിമാര് പല രീതിയിലുള്ള പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് തന്നെ ബാലഗോപാലിന്റെ ഒരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്, മുത്തപ്പന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മുത്തപ്പൻ പറയാണ്, രാജാക്കന്മാര് നല്ലവരല്ലെങ്കിൽ അവരെ ജനം പരാജയപ്പെടുത്തുന്നു. ഒരാവശ്യമില്ലായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഇതാ ബി.ജെ.പിയുടെ മണ്ഡലത്തിന്റെ ലിസ്റ്റ് പുറത്ത് വന്നിരിക്കുകയാണ്. പട്ടിക, വോട്ടർ ഇത് ഇലക്ഷൻ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 35 മണ്ഡലങ്ങൾ, ബി.ജെ.പി ഫോക്കസ് ചെയ്യുന്ന 35 മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ സ്റ്റാർ മണ്ഡലങ്ങൾ എപ്പോഴും പറയാറുള്ളതാണല്ലോ, ഈ സ്റ്റാർ മണ്ഡലങ്ങൾ. ഈ ബി.ജെ.പിയുടെ ഈ സ്ഥാനാർത്ഥികളും ബി.ജെ.പിയുടെ എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ തോന്നും ബി.ജെ.പി അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലാന്ന് തോന്നും കേരളത്തിൽ നിൽക്കാനായിട്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയധികം ക്യാമ്പയിനാണ് ഇവർ നടത്തുന്നത്, പിന്നെ ഇവർക്കെതിരെ നടത്തുന്നത്. എന്നാൽ ഇവരൊട്ട് ജയിക്കുന്നുമില്ല. കഴിഞ്ഞ തവണ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല, കാര്യങ്ങൾ മറിയും എന്നാണ് പറയുന്നത്. 18 സീറ്റ് വരെ നമ്മൾ പിടിച്ചേക്കാം എന്നുള്ള വീരവാദങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ സുരേന്ദ്രനെ പോലത്തെ 70 സീറ്റിന്റെ വെല്ലുവിളിയൊന്നുമില്ല. എന്നാൽ ഇത്തവണ എ ക്ലാസ് മണ്ഡലങ്ങളടക്കം പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നേമത്തെ ബി.ജെ.പിയുടെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യം. വട്ടിയൂർക്കാവിൽ പ്രഥമ പരിഗണന അത് ആർ ശ്രീലേഖയ്ക്കാണ്. നിലവിൽ അവരിപ്പോൾ ശാസ്തമംഗലത്തെ കൗൺസിലറാണ്. കഴക്കൂട്ടത്ത് സ്വാഭാവികമായിട്ടും വി മുരളീധരൻ, നമ്മുടെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും. ചൊവ്വാഴ്ച ചേർന്ന ബി.ജെ.പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് സാധ്യത പട്ടിക രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും ഓരോ മണ്ഡലത്തിലും 3 പേരുകൾ വെച്ചാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റം ഉണ്ടാകില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പകരം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും എസ് സുരേഷ് ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കർ ആവാനുള്ള പരിപാടിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിവുള്ളവർക്കും വിജയസാധ്യത, മത്സരിക്കാൻ അവസരം എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നേമത്ത് ബി.ജെ.പിക്ക് 2 മണ്ഡല കമ്മിറ്റികളുണ്ട്. ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള മാരാർജി ഭവനിൽ ചേർന്നിരുന്നു. നേമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് പോവുകയാണെന്ന് നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. വട്ടിയൂർക്കാവിലാണ് കെ സുരേന്ദ്രന്റെ പേര് ആദ്യം ഉയർന്നു വന്നത്. പക്ഷേ അതിനുശേഷം ശ്രീലേഖയ്ക്ക് ആ പേര് കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ശ്രീലേഖ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ മത്സരിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ എന്ത് തിരിമറിയാണ് ഇതിനകത്ത് നടന്നതെന്ന് അറിയില്ല. എന്തായാലും മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരേന്ദ്രനോട് പറഞ്ഞിരുന്നു. ശോഭാ സുരേന്ദ്രന് പാലക്കാട്, കായംകുളം, ഹരിപ്പാട് 3 സ്ഥലങ്ങൾ പരിഗണനയിലുണ്ട്. ഇതിൽ പാലക്കാടാണ് ശോഭാ സുരേന്ദ്രന് പ്രഥമ പരിഗണനയുള്ളത്. കായംകുളത്ത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവര് വോട്ട് വൈസ് 1ാം സ്ഥാനത്തെത്തിയതാണ്. എം.ടി. രമേശിന് തൃശൂർ അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റ് നൽകാൻ ധാരണയുണ്ട്. കൃഷ്ണകുമാർ സ്വാഭാവികമായിട്ടും മലമ്പുഴയിൽ തന്നെ മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വട്ടിയൂർക്കാവിലെ മാത്രമാണ് നിലവിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും വട്ടിയൂർക്കാവിൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ശ്രീലേഖ മത്സരിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞു ഇലക്ഷന്റെ മഹാമഹോ, അതിന്റെ ചൂടൊക്കെ. ബി.ജെ.പിയുടെ 35 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ എന്ത് തോന്നുന്നു ഇത്തവണ? കാരണം UDF ഞങ്ങളുടെ തരംഗമാണ് ഇവിടെ മൊത്തത്തിൽ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. LDF തുടർ ഭരണത്തിന്റെ സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. ഇതൊരു ജസ്റ്റ് ഒരു താൽക്കാലികം മാത്രമാണ്. തുടർ ഭരണം നമുക്ക് തന്നെ ലഭിക്കുമെന്ന് LDF പറയുന്നു. എന്നാൽ ബി.ജെ.പി പറയുന്നത് ഞങ്ങൾ ഒരു തൂക്കുമന്ത്രിസഭ കൊണ്ടുവന്ന് ഞങ്ങൾ അതിൽ നിർണായക ശക്തിയാകുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാന്തപുരത്തിന്റെ കൈയൊക്കെ പിടിച്ചത് വലിയ രീതിയിൽ കോളളക്കമൊക്കെ നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനിടയിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായിട്ട് ഒരു കേരള സ്റ്റോറി 2 കൂടെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിൽ പിടിച്ച് ബി.ജെ.പി പ്രതിരോധിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. പിന്നെ വി രാജേഷിനെ ഒന്ന് പിടിച്ചു നോക്കി, മേയറാണല്ലോ, ഒന്നുമില്ല, പുള്ളിക്കാരൻ കയറിയിട്ട് 50 ദിവസമേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അഴിമതി വല്ലതും വീണ് കിട്ടുമെന്ന് ആലോചിച്ചു. അതുകൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ തൈക്കാട് ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ല എന്ന് പറഞ്ഞിപ്പോ പന്തംകൊളുത്തി പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലാണ് അവർ. തൈക്കാട്
ഒന്നുമില്ല തൈക്കാട് ശ്മശാനത്തിൽ, എന്ത് ശ്മശാനമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് LDF പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. 50 കൊല്ലം അവരാണ് കേട്ടോ ഭരിച്ചത്. ഇപ്പൊ VV രാജേഷ് വന്നിട്ട് 50 ദിവസമേ ആയിട്ടുള്ളൂ. എന്തായിരുന്നാലും ആ വെടി അവരുടെ ആസനത്തിൽ തന്നെ തിരിഞ്ഞുകൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചോദിച്ചിട്ട് ആ പ്രതീക്ഷകൾ ഈ BJP യെ സംബന്ധിച്ചിടത്തോളം? BJP ഇപ്പം ധനുഷ് പറഞ്ഞത് അവരുടെ പട്ടിക അവർ പുറത്തുവിട്ടിട്ടില്ല. അവർ പ്രാഥമികമായി തയ്യാറാക്കിയ ഒരു പട്ടിക കഴിഞ്ഞ ധനുഷ് പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഇവിടുത്തെ ചാനലുകാർ അവരുടെ പട്ടിക വെച്ചുകൊണ്ടിരിക്കുക. റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ഥാനാർത്ഥികളല്ല ഇന്ന് പറയുന്നത്. പിന്നെ വേറെ TV-കൾ, മറ്റ് ചാനലുകൾ എല്ലാവരും മറിച്ചും തിരിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവർ ഈ പറയുന്ന പേരുകളാണ് രസകരം. കാരണം പണ്ട് പുരാതന കാലം മുതലേ ഉള്ള ആളുകൾ, ശോഭാ സുരേന്ദ്രൻ, K. സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖരൻ, MD രമേശ്, ഈ പേരുകൾക്ക് അപ്പുറമോ ഏതെങ്കിലും മണ്ഡലങ്ങൾക്ക് വാർത്തയോ അവർക്ക് നൽകാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു പ്രാഥമിക വിലയിരുത്തല് നമ്മൾ ഈ സ്റ്റാർ സ്ഥാനാർത്ഥികളെയും സ്റ്റാർ മണ്ഡലങ്ങളും വിടുന്നു. പക്ഷെ BJP ഇത്തവണ പ്രതീക്ഷ കൈവെക്കുന്ന കുറെ ഇടങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന അതിലേക്ക് തന്നെയാണ്. ഇപ്പൊ നേമത്തെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു എന്നത് പുതുമയുള്ള ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നിട്ടില്ല. കാരണം അദ്ദേഹം തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. പിന്നീട് എല്ലാ മാധ്യമങ്ങളും എപ്പോഴും എഴുതി കാണിക്കുന്നതാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ? അതെ, അത് അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കഴക്കൂട്ടത്ത് മുരളീധരൻ, അദ്ദേഹം അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ 2 വർഷത്തിന് മേളിലായി ഇലക്ഷൻ പ്രവർത്തനം. അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ഓരോ ജില്ലകൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടൊക്കെയാണ് BJP പ്രതീക്ഷ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരം ജില്ലയിൽ നേമവും വട്ടിയൂർക്കാവും മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രൽ അവരിപ്പോൾ കരമനജയന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്ന ഒരു പേര്. അവിടെ ഒരു ചെറിയ പ്രശ്നം ഇടതുപക്ഷത്തിനുണ്ട്. കാരണം ആന്റണി രാജു പ്രാവശ്യം മത്സരത്തിനില്ല. ആ സീറ്റ് കേരള കോൺഗ്രസിന്റെ ശ്രീമാൻ ഗണേഷ് കുമാറിന്റെ പാർട്ടി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് കേരള കോൺഗ്രസിന് കൊടുക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ അവിടുത്തെ മന്ത്രിയും MLA-യുമായ ശിവകുമാറുണ്ട്. ശിവകുമാറും കൂടെ കളത്തിലിറങ്ങുകയാണെങ്കിൽ അവിടെ ഇത്തവണത്തെ അവിടുത്തെ തീരദേശയിൽ എത്തിയ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം മറ്റേത് ആന്റണി രാജു നിൽക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് എങ്ങോട്ട് പോകുമെന്നൊരു ഇതില്ല. ഇവിടെയാണ് കരമനജയൻ. അത്യാവശ്യം കരമനജയനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്, സെൻട്രൽ അടക്കം വരുന്നതിന്റെ ജില്ലാ പ്രസിഡന്റും കൂടാണ്. ഇപ്രാവശ്യത്തെ ഈ അവരുടെ കോർപ്പറേഷൻ വിജയികളെയൊക്കെ വിജയിപ്പിക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇത് കൂടാതെ തന്നെ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ശ്രീമാൻ PK കൃഷ്ണദാസ് വളരെ നാളായിട്ട് മത്സരിക്കുന്നതാണ്. 40,000-40,000-ഓളം വോട്ടുകൾ അദ്ദേഹം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നെടുമങ്ങാടായാലും അത് അവർക്ക് മുൻപോട്ട്, അത് ചില യുവ നേതാക്കന്മാരൊക്കെയാണ് അതിനകത്ത് സീറ്റ് ഉറപ്പിക്കാൻ നെടുമങ്ങാട് ഓടി നടക്കണം. നമ്മളെന്തായാലും പേര് പറയുന്നില്ല, അത് മോശമായതുകൊണ്ട് പേര് പറയുന്നില്ല. ചില യുവ നേതാക്കന്മാരെ BJP അവിടെ മത്സരിപ്പിക്കുമെന്നാണ്. കാരണം നമ്മൾ പേര് പറഞ്ഞ് BJPയുടെ സ്വഭാവം അനുസരിച്ച് പേര് പുറത്തു വന്നാൽ അവർ സ്ഥാനാർത്ഥിയായ യാതൊരു സാധ്യതയും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പേര് പറയാത്തത്. അതുപോലെ തന്നെ ആറ്റിങ്ങിൽ സുധീർ മത്സരിക്കും എന്ന് പറയുന്നു. നല്ല കാര്യമാണ്. കാരണം ആറ്റിങ്ങിൽ വളരെ കാലമായിട്ട് സുധീറിന്റെ ഒരു പ്രവർത്തന മണ്ഡലമായിരുന്നു. കാരണം ആറ്റിങ്ങിൽ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഞാനൊരു 5 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവർ വലിയ പ്രതീക്ഷയോടെ കൈവയ്ക്കുന്ന 5 മണ്ഡലങ്ങൾ. കൊല്ലത്തേക്കാണ് പിന്നെ അവരുടെ വലിയ പ്രതീക്ഷ പോകുന്നത്. കാരണം കൊല്ലത്ത് ഇപ്രാവശ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവർക്ക് 10-ലേറെ കോർപ്പറേഷൻ കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അത് അവരെ BJPക്കാർ പോലും ഞെട്ടിപ്പോയ വിജയമാണത്. കാരണം ഇടതുപക്ഷ കോട്ടയിൽ അവരെങ്ങനെ ജയിക്കുമെന്ന് അവരൊരിക്കലും കരുതിയില്ല. ഇത്രയും വലിയ വോട്ട് അവിടെ UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നെങ്കിൽ പോലും അവർ ജയിച്ചിരിക്കുന്നു. അവിടെ BJP വളരെ നാളെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇടമാണ്. അവിടത്തേക്ക് ആണ് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. കാരണം അവിടെ അതുപോലെ തന്നെ ചാത്തന്നൂർ, ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിലുള്ള ചാത്തന്നൂർ, അത് എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ്. ചാത്തന്നൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BB ഗോപകുമാർ എന്ന് പറഞ്ഞ് BJPയുടെ ഒരു മിടുക്കനായ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ വോട്ടുകൾ, അതായത് 2ാം സ്ഥാനത്തിലേക്ക് തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയത്. ഏതാണ്ട് 2ാം സ്ഥാനം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ തന്നെ വോട്ട് അദ്ദേഹം പിടിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ വീണ്ടും കളത്തിലിറങ്ങുമെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ BJPക്ക് ഒരു 5-6 സീറ്റിന്റെ പ്രതീക്ഷകൾ വലിയ രീതിയിൽ നിൽക്കുന്നു. കൊല്ലത്ത് അവർ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കും. ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, വലിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, പിന്നെ അവർ ശ്രദ്ധ വരുന്നത് ഈ കോട്ടയം, ആലപ്പുഴ ജില്ലകളാണ്. നാളിതുവരെ അവർക്ക് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന ജില്ലയല്ല ഈ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ. കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടെ ആറന്മുളയിൽ ശ്രീമാൻ കുമ്മനം രാജശേഖരനും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും റാന്നിയിൽ അവരുടെ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി എത്തും എന്നാണ് പറയുന്നത്. കാരണം ഇവിടൊക്കെ മുമ്പ് വലിയ രീതിയിൽ K. സുരേന്ദ്രൻ വോട്ട് പിടിച്ചിരുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരേന്ദ്രനിലൂടെയാണ് പത്തനംതിട്ടയിൽ BJPക്ക് ഒരു വലിയ ഉണർവ് ഉണ്ടായത് ആ ശബരിമല പ്രക്ഷോഭ കാലത്തിനൊക്കെ ശേഷം. അപ്പൊ അവിടെ അത് നോക്കുന്നു. പത്തനംതിട്ട ജില്ലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ പറയുന്ന കോട്ടയത്ത് ഷോൺ ജോർജ് വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് പാലയെ സംബന്ധിച്ച് ഷോൺ ജോർജിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം പഴയ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും
പൂഞ്ഞാർ മണ്ഡലം എന്ന് പറയുമ്പോൾ ഷോണിന്റെ അച്ഛൻ PC ജോർജിന്റെയും ഒക്കെ ഒരു വികാര കേന്ദ്രമായിരുന്ന പഴയ പൂഞ്ഞാറിന്റെ പല ഭാഗങ്ങളും ഇന്നിപ്പോ പാലാ നിയോജക മണ്ഡലത്തിലാണ്. അവിടെ ശ്രീ ജോസ് കെ മാണി മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം മത്സരിക്കുമോ ഇല്ല എന്നറിയത്തില്ല. മറ്റേ ഭാഗത്ത് മാണി സി കാപ്പൻ തന്നെ ആയിരിക്കും. അപ്പൊ അത് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് BJP പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലം ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വന്നതോടുകൂടി അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ വലിയ വ്യത്യാസം വന്നു. അത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് നമുക്ക് പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിയും. അത് ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് പുന്നപ്ര വേലാർ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലം, അതിനപ്പുറത്തുള്ള ഹരിപ്പാട് നിയോജക മണ്ഡലം, കായംകുളം നിയോജക മണ്ഡലം, അരൂർ നിയോജക മണ്ഡലം. മുമ്പ് ഒരു ചർച്ചയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ അരൂര് മത്സരിക്കുന്നതായിരിക്കും എന്ന്. കാരണം ലോക്സഭയിലെ BJP പിടിച്ച വോട്ടുകളുടെ അത്രയും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP അരൂർ മണ്ഡലത്തിൽ പിടിച്ചു. ഇവിടെ ഇപ്പൊ പുറത്തു വരുന്ന വിവരം കായംകുളത്ത് BDJSന്റെ സീറ്റാ. അപ്പോൾ BDJS തന്നെ അത് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അവിടെ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. കാരണം SNDPക്ക് വലിയ ശക്തി കേന്ദ്രമായ ഒരു ഇടമാണ്. SNDPക്ക് ശക്തി കേന്ദ്രം എന്ന് വെച്ചാൽ ഞാൻ ഈഴവരുടെ കണക്ക് വെച്ചിട്ടല്ല പറഞ്ഞത്. SNDPയുടെ ഈ യൂണിയൻ ശാഖാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വലങ്കൈകളായിട്ടുള്ള അനവധി നേതാക്കന്മാരും അണികളും ഒക്കെയുള്ള ഒരു ഇടം കൂടിയാണ് കായംകുളം. ശത്രുക്കളും ഉണ്ട്. അപ്പോ ഈ ഇടത്തേക്കാണ് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേര് തന്നെ കുട്ടനാട് ഇദ്ദേഹം മത്സരിക്കുമെന്നൊരു വാർത്തയും കേൾക്കുന്നു. അതും BDJSന്റെ സീറ്റാണ്. അവിടെ പണ്ട് സുഭാഷ് വാസു എന്ന് പറഞ്ഞ ഇവരുടെ ഒരു നേതാവ് മത്സരിച്ചിരുന്നു. അത്യാവശ്യം നല്ല വോട്ട് പിടിച്ചിരുന്നു. അപ്പൊ അവിടെയും ഇവര് അത്തരത്തിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. ഹരിപ്പാട് എന്ന് പറഞ്ഞ A ക്ലാസ് മണ്ഡലമല്ല, എന്നാൽ അത്യാവശ്യം വോട്ട് ക്രമാതീതമായി ഉയർത്തിക്കൊണ്ടുവരുന്ന മണ്ഡലമാണ്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. കായംകുളത്തും ഞാൻ ഒരു സാധ്യത അവരെ കാണുന്നില്ല. അവർ പാലക്കാടേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അരൂര് നല്ലൊരു സ്ഥാനാർത്ഥി ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പണ്ട് നമ്മുടെ കോഴിക്കോട് ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് അവിടെ വന്ന് മത്സരിച്ച അഡ്വക്കേറ്റ് യുവമോർച്ചയുടെ നേതാവായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ എറണാകുളമാണ്. എറണാകുളത്തെ സംബന്ധിച്ച് തൃപ്പൂണിത്തറ, കുന്നത്തുനാട് തുടങ്ങിയ ഇടങ്ങൾ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കുന്നത്തുനാടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ 2020 സാബു ജേക്കബിന്റെ 2020 അവിടെ നിന്ന് വരികയും 2020യുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയും BJP വോട്ടുകൾ കൂടി 2020ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 2020ക്ക് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊരിടമാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ BJPക്ക് എടുത്തു കാണിക്കാൻ ഒരു നേതാവില്ല എന്നുള്ളതാണ്. അവിടെ ഇപ്പൊ കോൺഗ്രസിന് പറഞ്ഞു കേൾക്കുന്ന കാര്യം ബാബു തന്നെ മത്സരിക്കണമെന്നാണ്. പഴയ കോൺഗ്രസിന്റെ മന്ത്രി ബാബു ഇല്ലെങ്കിൽ രമേശ് പിഷാരടി മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെയെങ്കിലും അവിടെ ഒരു വലിയ ചലനം കോൺഗ്രസിന് സൃഷ്ടിക്കാൻ കഴിയും. BJP എത്രത്തോളം അവിടെ ഇതിനെ വെട്ടാൻ പറ്റുന്നൊരു തൃപ്പൂണിത്തറ ഒരു ശക്തനായിട്ടുള്ള ഒരു LDF സ്ഥാനാർത്ഥി ഉണ്ട് ഓൾറെഡി, M സ്വരാജ്. ഞാനത് കണ്ടു. സ്വരാജ് ഒക്കെ ഇനി എത്രത്തോളം അവിടെ കയറി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയേ ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ നല്ലൊരു സമയത്ത് അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല. കാരണം വലിയ അഴിമതിയുടെ ഒക്കെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് കെ ബാബുവിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിച്ചില്ല. ആ ഒരു അയ്യപ്പ ശാപം വിടാതെ പിന്തുടരുന്ന സഖാക്കന്മാരിൽ ഒരാളാണ് ശ്രീമാൻ ഈ പറയുന്ന സ്വരാജ്. അയ്യപ്പന്റെ ആ ഒരു വലിയ ശാപം, അത് അടിക്കടി അയ്യപ്പനെ അവഹേളിക്കുന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ ഒരുപാട് ഒരു വേദനിപ്പിച്ചിട്ടുണ്ട്. അറം പറ്റിപ്പോയി സത്യം പറഞ്ഞാൽ. പിന്നീട് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിലും നിലം തൊട്ടിട്ടില്ല. ഇല്ല, അല്ല, അത് ജയിക്കാൻ പറ്റുന്ന ഇലക്ഷൻ ബാബുവിനെ തോപ്പിക്കണമായിരുന്നു. കാരണം ബാബുവിന് അത്ര ഇമേജ് ഇല്ലാതെ നിൽക്കുന്ന സമയമായിരുന്നു അന്ന്. മറ്റേ അഴിമതിയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയം. ബാബു ജയിച്ചത് മറ്റൊരു തരത്തിൽ, അത് പോട്ടെ. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇപ്പം അവിടെ തൃപ്പൂണിത്തുറ കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ആണ്. അപ്പൊ അവർക്ക് അവരുടെ സ്ട്രെങ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ വരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എറണാകുളത്തെ പ്രതീക്ഷകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. പിന്നെ അവർക്ക് പ്രതീക്ഷകൾ ഏറെ ഉള്ളത് ഈ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂര് MD രമേശിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ജേക്കബ് തോമസ് IPS അദ്ദേഹം അവിടെ വീടെടുത്തു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അവിടെ വീടെടുത്ത് പ്രവർത്തനം തുടങ്ങിയത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരാളായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. ശ്രീമതി പത്മജയുടെ പേരായിരുന്നു നേരത്തെ കേട്ടിരുന്നെങ്കിലും അവർക്ക് താല്പര്യമില്ല എന്നവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പുതുക്കോട്ട് നാഗേഷ് നേരത്തെ മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒരുപക്ഷെ നാഗേഷ് തന്നെ സീറ്റ് കിട്ടേക്കും. പിന്നെ മണലൂര് നമ്മുടെ AN രാധാകൃഷ്ണൻ സ്ഥിരമായി മത്സരിക്കുന്ന മണലൂർ, അത്യാവശ്യം നല്ല വോട്ടുള്ള സ്ഥലമാണ് മണലൂര്. പിന്നെ BJP അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര് അവർ കാലാകാലങ്ങളിലായി കോർപ്പറേഷനിൽ പ്രതിപക്ഷമാണ്. കോർപ്പറേഷനിലെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, കുറച്ച് സീറ്റിനാണ് ഇവർ പ്രതിപക്ഷം, 2 സീറ്റിനോ 3 സീറ്റിനോ പ്രതിപക്ഷമാകുന്ന ഒരു രീതിയാണ് കാലാകാലങ്ങളായി കൊടുങ്ങല്ലൂർ കണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കൊടുങ്ങല്ലൂർ ഒരു മുമ്പ് അവിടെ നമ്മുടെ ശ്രീ കെ സുരേന്ദ്രന്റെ പേരൊക്കെ ഉയർന്നു കേട്ടൊരു ഇടമാണ് കൊടുങ്ങല്ലൂർ. അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം അത്രത്തോളം സംഘടനാ സംവിധാനമുള്ള ഒരു ഇടമാണ് കൊടുങ്ങല്ലൂർ.
അത് കഴിഞ്ഞ് പിന്നെ ഒരു കോഴിക്കോട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കാരണം കോഴിക്കോട് ഇപ്രാവശ്യം കോർപ്പറേഷനിൽ അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ സീറ്റുകൾ അവർക്ക് കോർപ്പറേഷൻ നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് കോർപ്പറേഷനിലും പരിധിയിൽ വരുന്ന ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. അവിടുന്ന് പിന്നെ ആ വണ്ടി വിട്ടു കഴിഞ്ഞാല് പിന്നെ പോകുന്ന ഇടുക്കിയിൽ അവർ വേറൊരു വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും വലിയൊരു ചലനം ഉണ്ടാക്കാൻ അവർക്ക് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. കാരണം ദേവികുളത്ത് S രാജേന്ദ്രനെ രംഗത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ കടന്നു കയറണം എന്നുള്ളത് BJP വളരെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നവുമായിട്ട് BJP അവിടെ ഒരുപാട് കാര്യങ്ങളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ കുറഞ്ഞ പക്ഷം S രാജേന്ദ്രന്റെ അണികളെയും BJP കിട്ടിയിരിക്കുന്നു. BJP ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. BJPക്ക് നാളിതുവരെ കിട്ടിയതിനേക്കാളും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുവാനും അവിടെ അവരുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുവാനും S രാജേന്ദ്രനിലൂടെ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ BJPക്ക് അല്പമെങ്കിലും നമുക്ക് അവിടെ വോട്ട് ഉയർത്താൻ കഴിയുന്ന ഒരു സ്ഥലം തൊടുപുഴയാണ്. തൊടുപുഴയിൽ ഇപ്രാവശ്യം കോൺഗ്രസിന്റെ BJ ജോസഫിന്റെ മകൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. ഏതായാലും അത് BJP അവിടുത്തെ ഒരു മെയിൻ ലീഡിൽ കളിക്കുന്ന ആളല്ല. പക്ഷെ അത്യാവശ്യം വോട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വോട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ പ്രതീക്ഷ ഉള്ള സ്ഥലങ്ങൾ ഈ പറയുന്ന വടക്കൻ ജില്ലകളാണ്. പാലക്കാടും ഈ കാസർഗോഡും ഒക്കെയാണ്. കാസർഗോഡിൽ മഞ്ചേശ്വരത്ത് ശ്രീമാൻ K സുരേന്ദ്രന്റെ പേര് ഉയരുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്തൊരു മണ്ഡലമുണ്ട് കാസർഗോഡ്. BJPക്ക് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചതെങ്കിൽ പോലും അവിടെ അശ്വിനി എന്ന് പറയുന്ന അവരുടെ ഒരു തീപ്പൊരി നേതാവ്, അവരുടെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ മെമ്പറും ഒക്കെ ആയിട്ടിരുന്ന ഒരു യുവതി, അവരാണ് അവിടെ അശ്വിനി അവിടെ പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഞ്ചേശ്വരം ആയാലും ഈ കാസർഗോഡ് ആയാലും ഒക്കെ ഇടതുപക്ഷ വോട്ടുകൾ ഒരു ചെറിയ രീതിയിൽ BJPയിലേക്ക് വന്ന BJPക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന രണ്ട് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. ഇടതുപക്ഷ വോട്ടുകളാണ് പലപ്പോഴും ഈ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുന്നത്. കാരണം ഈ ലാസ്റ്റ് വരുമ്പോഴത്തേനും BJP ജയിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് മതേതര ഹിന്ദുക്കളായ സഖാക്കന്മാർ പോയിട്ട് അപ്പുറത്ത് ചെയ്യാറുണ്ട്. അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. ഈ മഞ്ചേശ്വരത്തും ഒക്കെ പല വാർഡുകളിലും ഈ കണ്ണൂരുമായി ചേർത്ത് കിടക്കുന്ന പല വാർഡുകളിലുമൊക്കെ ഈ പറയുന്ന നമ്മുടെ പാർട്ടിക്കാർക്കൊന്നും കടന്നു ചെല്ലാനോ വോട്ട് ചോദിക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതാണ് ആകെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന മണ്ഡലങ്ങൾ. BJP അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് അറിയില്ല, എങ്കിലും BJP അങ്ങനെ കരുതുന്നുണ്ടാകും. ഇപ്പൊ മലമ്പുഴയില് VS അരുൺകുമാറാണ് അവിടെ വരുന്നത്. VSന്റെ മകൻ മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അവിടെ ശ്രീമാൻ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. കൃഷ്ണകുമാർ അവിടെ കാലങ്ങളോളം നിന്ന് വോട്ട് ഉയർത്തിയിട്ടുള്ളതാണ്. പിന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാട് വരുന്നു. നല്ലൊരു കാൻഡിഡേറ്റ് ആണ് പാലക്കാടിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് വലിയ വിജയ സാധ്യത തന്നെ പാലക്കാട് കാണാൻ കഴിയും. അത് BJPക്കകത്ത് പ്രശ്നം ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം അവിടെ BJPക്ക് ഉണ്ടെന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചൊരു സ്റ്റാർ കാൻഡിഡേറ്റ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തന്നെ. ശോഭാ സുരേന്ദ്രൻ എവിടെയും സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. വോട്ട് അവർക്ക് സ്വന്തമായിട്ട് ഉയർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ്. അപ്പൊ പിന്നെ പാലക്കാട് അവർക്ക് വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവരുടെ നോക്കുന്ന മണ്ഡലങ്ങളാണ് ഈ ഷൊർണൂര് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കലാകാരങ്ങൾ. കഴിഞ്ഞ തവണ അവരുടെ സ്ഥാനാർത്ഥി നമ്മുടെ സന്ദീപ് വാര്യരായിരുന്നു. അദ്ദേഹം 10-20,000 വോട്ട് പിടിച്ചതാ അന്ന് ഷൊർണൂര് അത്യാവശ്യം അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം BJPക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു BJPയുടെ ലക്ഷ്യം. ഏതാണ്ട് കഴിഞ്ഞ ദിവസം ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് വോട്ട് ഉയർത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ജയിക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കാനാണ് നിൽക്കുന്നത്. അല്ലാതെ വോട്ടിന്റെ എത്ര ശതമാനം ഉയർന്നു എന്നൊരു കണക്കേ ഇനി ഇവിടെ വേണ്ട ആർക്കും. അത് കേന്ദ്രം കൊടുത്ത നിർദ്ദേശമായിരിക്കാം. എത്ര സീറ്റ് ജയിക്കാൻ പറ്റും, ജയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ മിനിമം ഒരു 10 സീറ്റെങ്കിലും ജയിക്കുക, 9 മുതൽ 10 സീറ്റെങ്കിലും വരെ ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട് ഇവിടെ. തിരുവനന്തപുരം ജില്ലയില് 2-3 സീറ്റ് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. ഒരു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ 4 സീറ്റ് വരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ലഭിക്കും. കൊല്ലത്ത് വലിയ പ്രതീക്ഷകൾ വെക്കേണ്ട ആവശ്യമില്ല. പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാലും വലിയ പ്രതീക്ഷകൾ ഉണ്ടോ ഇല്ലെന്നറിയില്ല. സ്ഥാനാർത്ഥികളൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്ഥാനാർത്ഥികൾ വന്ന് മറ്റേ എതിർ സ്ഥാനാർത്ഥികളോട് വന്ന് അവരുടെ ജാതി മതം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയും. പാലക്കാട് ഒരു കിടിലം മത്സരം കാഴ്ചവെക്കാൻ ഷോണിന് കഴിയുമെന്നുള്ള ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം പാലയായിരിക്കും. കാരണം ഷോണിന് നന്നായി അറിയാവുന്ന ഒരു മണ്ഡലം, ഷോൺ 2 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒരു വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ നോക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചാനൽ നോക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ S രാജേന്ദ്രൻ എന്ത് അത്ഭുതമാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എത്ര വോട്ട് 10-25,000 വോട്ട് S രാജേന്ദ്രന് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ഹയർ റേഞ്ചിൽ ഒരു വലിയ മുന്നേറ്റം എന്ന് തന്നെ പറയാൻ പറ്റും തോട്ടം തൊഴിലാളി മേഖലയിൽ. പിന്നെ നമ്മൾ പോകുന്ന തൃശ്ശൂരാണ്. സുരേഷ് ഗോപി ജയിച്ച ഇടം. ഇപ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷന് വലിയ തിരിച്ചടി BJPക്ക്. തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല, അവർക്ക് നേരത്തെ ഉണ്ടാകുന്ന സീറ്റിനേക്കാൾ കൂടുകയാണ് ചെയ്തത്. തിരിച്ചടി നമുക്ക് അതിന് പറയാൻ കഴിയില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ, തൃശ്ശൂര് പോലെയുള്ള ഇരിങ്ങാലക്കുട പോലെയുള്ള ഇടങ്ങളിൽ ഈ 2020 ചേർന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഇമ്പാക്ട് അവിടെയും ഉണ്ടാകണമല്ലോ. അപ്പൊ അവിടെ ഈ കുന്നത്തുനാട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്.
കുന്നത്തനാടിൽ ഈ 2020 പുതിയ നീക്കം എങ്ങനെയാണ്? കാരണം കഴിഞ്ഞ ഇലക്ഷനെ വരെ ഈ ഇടതും വലതും ഒന്നിച്ചെതിർത്തിരുന്ന ഒരു പാർട്ടിയാണ് 2020. എന്നിട്ട് അവർ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു നിന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് NDAയുടെ വോട്ട് കൂടി കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്തെക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാസർഗോഡാണ്. അശ്വിനി അവിടെ എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. കൊടുങ്ങല്ലൂർ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അനവധി. ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നും സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ കായംകുളം, അരൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ. അത് നമ്മുടെ കാൻഡിഡേറ്റിന്റെ പോലെയും എതിരാളികൾ ആരെ എന്നുള്ളതിനെ പോലെയും പ്രചരണ രീതി എങ്ങനെയുള്ളത് എന്നതിനെ അനുസരിച്ചിട്ടുമായിരിക്കും മുമ്പോട്ടുള്ള ഓരോ ചൂടും മുമ്പോട്ട് പോകുന്നത്.